തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിൽ വിലവർദ്ധനവ് ചർച്ചയായിട്ടില്ലെങ്കിലും പച്ചക്കറി വാങ്ങാൻ കടകളിലെത്തുന്നവരുടെ കൈപൊള്ളുന്ന സ്ഥിതിയാണ്. പതിവ് പോലെ ഇതര സംസ്ഥാനങ്ങളിലെ കാലം തെറ്റിപ്പിഴിയുന്ന മഴയും മറ്റ് കാലാവസ്ഥാ വ്യതിയാനങ്ങളും കൃഷിനാശത്തിന് കാരണമായതാണ് വില വർദ്ധിക്കാൻ ഇടയാക്കിയത്. വിപണിയിൽ തക്കാളിക്ക് 80 രൂപയും മുരിങ്ങക്കായ്ക്ക് 400 രൂപയുമാണ് വില നൽകേണ്ടി വരുന്നത്. തെരഞ്ഞെടുപ്പ് ചൂടിനിടെ ഇരട്ടടിയായി പച്ചക്കറി വില ഉയരുകയാണ്. വിവാഹ സീസൺ, ശബരിമല തീർത്ഥാടനം, തണുപ്പുകാലം എന്നിവ പച്ചക്കറി വില കൂടാൻ കാരണമായി. മുരിങ്ങക്ക വില കിലോയ്ക്ക് 400 രൂപ കടന്നു. വിപണിയിൽ കിട്ടാനും പ്രയാസമാണ്. വിൽക്കാൻ എത്തിച്ചാൽ തന്നെ വാങ്ങാൻ ആളില്ലാത്ത അവസ്ഥയും. മണ്ഡലകാലത്ത് ഇതര സംസ്ഥാനങ്ങളിൽ മുരിങ്ങയ്ക്ക് ഡിമാൻഡ് ഏറുന്നതാണ് കേരളത്തിലെ ലഭ്യത കുറയാൻ കാരണം. കഴിഞ്ഞ വർഷവും ഇതേ സമയത്ത് സമാനമായി വില ഉയർന്നിരുന്നു. മുരിങ്ങയ്ക്ക കൂടുതലായി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങളിലും വില കിലോയ്ക്ക് 500 രൂപയ്ക്ക് മുകളിലാണ്. തമിഴ്നാടാണ് മുരിങ്ങയുടെ പ്രധാന ഉൽപ്പാദന കേന്ദ്രം. തക്കാളി കിലോയ്ക്ക് 80 രൂപയും മറ്റ് പച്ചക്കറികൾക്കെല്ലാം തന്നെ കിലോയ്ക്ക് നിലവിലുള്ളതിൽ നിന്ന് 10 മുതൽ 20 രൂപ വരെയും കൂടി. തക്കാളി വില 40-ൽ നിന്നാണ് ഇരട്ടി വിലയിലേക്ക് കുതിച്ചത്. ചെറിയ ഉള്ളിക്ക് കിലോയ്ക്ക് 80 രൂപ കടന്നു. 2 ആഴ്ച മുമ്പ് 40 വില. വടക്കൻ സംസ്ഥാനങ്ങളിൽ ഉൽപ്പാദനക്കുറവാണ് വില വർദ്ധിക്കാൻ ഇടയാക്കിയത്. സവാള വിലയിലും നേരിയ കയറ്റമുണ്ട്. 25 രൂപയിൽ നിന്ന് 30-ലേക്ക് ചില്ലറ വിലയെത്തി. ക്യാരറ്റ് വില കിലോയ്ക്ക് 100 രൂപയ്ക്ക് അടുത്തായിട്ടുണ്ട്. പച്ചപ്പയറിന് വില 96 രൂപയായി. സീസണല്ലാത്തത് വില ഉയരാൻ കാരണമായിട്ടുണ്ട്. വെണ്ടയ്ക്ക വില 60-ൽ നിന്ന് 80 രൂപയായി. വെള്ളരി വില 80-ലും കോളിഫ്ലവർ കിലോയ്ക്ക് 68 രൂപയിലും എത്തി നിൽക്കുന്നു. അടുക്കളയിൽ ഒഴിവാക്കാൻ കഴിയാത്ത തേങ്ങയ്ക്കും വെളിച്ചെണ്ണയ്ക്കും വില ഉയർന്നിട്ട് മാസങ്ങൾ പിന്നിട്ടു. പച്ചമുളക് വില 100 രൂപ, പാവയ്ക്ക 80, ക്യാരറ്റ് 80 എന്നിങ്ങനെ പോകുന്നു വില. സസ്യാഹാരമായാലും മാംസാഹാരമായാലും ഒഴിവാക്കാൻ കഴിയാത്ത ഇനമാണ് തക്കാളി. തക്കാളിക്കും മുരിങ്ങക്കായ്ക്കുമാണ് ഏറ്റവും കൂടുതൽ വില വർദ്ധിച്ചിരിക്കുന്നത്. പച്ചക്കറികളുടെ വിലക്കയറ്റം സാധാരണക്കാരുടെ കുടുംബ ബജറ്റിൻ്റെ താളം തെറ്റിക്കുകയാണ്. സ്റ്റാർ വിഷൻ ന്യൂസ്, പാലാ.